ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ബിസിനസ് റെഗുലേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് പരിചയപ്പെടുത്തുന്നത്, വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. അതിനകത്ത് വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ, വോളണ്ടറി വൈൻഡിങ് അപ്പ്, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിന്റെ എല്ലാ ലിങ്കുകളും പതിവുപോലെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. കൂടാതെ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക. ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന്റെയും അതുപോലെ മറ്റ് സബ്ജക്റ്റുകളുടെയും എല്ലാ വീഡിയോസ് ലഭിക്കുന്നതാണ്. എൻഡ് സ്ക്രീനിലും ഞാൻ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, അതിന്റെ മോഡ്സ് എന്നുള്ളതൊക്കെ നോക്കാം. ഓഫ് വൈൻഡിങ് അപ്പ്. A company is created by law and the end of the company also take place only by legal procedure. ഒരു കമ്പനി നിയമപ്രകാരം ഫോം ചെയ്യുന്ന നമുക്കെല്ലാം അറിയാം. അതിലേതെങ്കിലും മെമ്പേഴ്സ് പിരിഞ്ഞു പോയതുകൊണ്ടോ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടോ കമ്പനി അവസാനിക്കുന്നില്ല. കമ്പനി നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലീഗൽ പ്രൊസീജിയറിലൂടെ മാത്രമേ അതിനെ അവസാനിപ്പിക്കാനും പറ്റുള്ളൂ. Winding up of a company is a stage when the business of the company is dissolved. All the assets of the company are realized and money realized is distributed among the creditors, debenture holders and shareholders of the company. അപ്പോൾ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കമ്പനിയുടെ ബിസിനസ് പിരിച്ചുവിടുന്ന ഒരു സ്റ്റേജാണ്. ഓൾ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി ആർ റിയലൈസ്ഡ്. കമ്പനിയുടെ മുഴുവൻ അസറ്റ്സും അവിടെ വിറ്റൊഴിവാക്കും, റിയലൈസ് ചെയ്യും. ആൻഡ് മണി റിയലൈസ്ഡ്, അതിൽ നിന്നും കിട്ടുന്ന പണം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് കൊടുക്കും ആദ്യം, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നൽകും, ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. ബാലൻസ് ഉണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനും കൂടെ കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ആ ഒരു സ്റ്റേജാണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ കമ്പനിയുടെ വ്യാപാരം അവസാനിപ്പിക്കുന്ന ആ ഒരു ഘട്ടമാണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. According to Professor Gover, winding up of a company is the process whereby its life is ended and its property administered for the benefit of its creditors and members. അപ്പോൾ ഗോവറുടെ അഭിപ്രായ പ്രകാരം വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ whereby its life is ended, കമ്പനിയുടെ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്ന സമയമാണ്, ആ ഒരു സ്റ്റേജാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ സ്വത്തുവകകൾ, അസറ്റ്സ് എല്ലാം തന്നെയും ക്രെഡിറ്റേഴ്സിൻ്റെയും അതിലെ മെമ്പേഴ്സിൻ്റെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുകയും കൂടെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. മീൻസ് പ്രോപ്പർട്ടി എല്ലാം തന്നെ വിറ്റൊഴിവാക്കി കൊടുക്കാനുള്ളവർക്കെല്ലാം തന്നെ ആ എമൗണ്ട് കൊടുത്ത് തീർക്കുന്ന സ്റ്റേജാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. An administrator called a liquidator is appointed and he takes control of the company. ഇവിടെ കമ്പനി വൈൻഡിങ് അപ്പിന്റെ ഒരു സമയമാകുമ്പം നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ, അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കും. അയാളെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് വിളിക്കുക. അയാൾക്കായിരിക്കും അന്നേരത്തെ കമ്പനിയുടെ മുഴുവൻ കൺട്രോളും ഉണ്ടാവുക. ഹി കളക്ട്സ് ഇറ്റ്സ് അസറ്റ്സ്, അദ്ദേഹം അതിന്റെ അസറ്റ്സ് എല്ലാം കളക്ട് ചെയ്യും. പേയ്സ് ഇറ്റ്സ് ഡെറ്റ്സ്, കൊടുത്തു തീർക്കാനുള്ള കടങ്ങളെല്ലാം കൊടുത്തു തീർക്കും. ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂട്ട്സ് എനി സർപ്ലസ് അമംഗ് ദി മെമ്പേഴ്സ് ഇൻ അക്കോർഡ്സ് വിത്ത് ദ റൈറ്റ്. എന്നിട്ട് ഈ ഡെറ്റ്സ് എല്ലാം കൊടുത്തു തീർത്തിട്ട് പിന്നെയും വല്ല ക്യാഷും ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ മെമ്പേഴ്സിന്റെ ഇടയിൽ, ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടയിൽ അവരുടെ അവകാശം എത്രയുണ്ടോ അതിനനുസരിച്ച്, ആ തോതനുസരിച്ച് ആ ബാക്കിയുള്ള എമൗണ്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഞാൻ വൈൻഡിങ് അപ്പിന്റെ വിവിധ മോഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഏതെല്ലാം രൂപത്തിലാണ് വൈൻഡിങ് അപ്പ് ഉള്ളതെന്ന് നോക്കാം. The Companies Act 2013 contains the provision for winding up in section 270 to 365. 270 തൊട്ട് 365 വരെയുള്ള സെക്ഷനുകളിലാണ് ഈ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് അടങ്ങിയിരിക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 There are two modes of winding up as per this act. ഈ ആക്ട് പ്രകാരം രണ്ട് രീതിയിലുള്ള വൈൻഡിങ് അപ്പ് ആണ് ഉള്ളത്. സെക്ഷൻ 270 പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മേ either be by the tribunal, winding up by the tribunal, that is compulsory winding up by the order of the tribunal. ട്രിബ്യൂണലിന്റെ ഓർഡറാൽ നിർബന്ധപൂർവം വൈൻഡപ്പ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ എന്ന് പറയുക. അവിടെ കമ്പനിയുടെ ഇഷ്ടമല്ല, അതെന്തെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇഷ്യൂസ് മറ്റോ ആയോ, നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നുണ്ട് അത്. അതുമൂലം ട്രിബ്യൂണലിന്റെ ഓർഡർ പ്രകാരം നിർബന്ധപൂർവ്വം വൈൻഡപ്പ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ദെൻ വോളണ്ടറി വൈൻഡിങ് അപ്പ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, സ്വമേധയാ കമ്പനിയുടെ ഇഷ്ടപ്രകാരം വൈൻഡിങ് അപ്പിലേക്ക് പോകുന്നതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യം വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ, ട്രിബ്യൂണലാലുള്ള വൈൻഡിങ് അപ്പ് എന്താണെന്നുള്ളത് നോക്കാം.
The company may on a petition under section 272 be wound up by the tribunal. Section 272 പ്രകാരമുള്ള ഒരു പെറ്റീഷൻ മേൽ ഒരു കമ്പനിയെ ട്രിബ്യൂണലിൽ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 271 ഇത് ട്രിബ്യൂണലാൽ വൈൻഡ് അപ്പ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് സെക്ഷൻ 271 പറഞ്ഞിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. When the company is unable to pay its debts, fail to pay a creditor an amount exceeding 1 lakh rupees on his demand within 21 days or to provide adequate security for the same. അപ്പോൾ കമ്പനിക്ക് അതിൻ്റെ ഡെറ്റ്സ് പേ ചെയ്യാൻ, അതിൻ്റെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വൈൻഡിങ് അപ്പ് ഉണ്ടാകുന്നത്. കമ്പനി ഫെയിൽസ് ടു പേ എ ക്രെഡിറ്റർ ആൻ എമൗണ്ട് എക്സീഡിങ് 1 lakh rupees. 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു എമൗണ്ട് ക്രെഡിറ്റർ ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു 21 ദിവസത്തിനുള്ളിൽ കമ്പനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഓർ ടു പ്രൊവൈഡ് ആഡിക്കേറ്റ് സെക്യൂരിറ്റി ഫോർ ദ സെയിം, അല്ലെങ്കിൽ അതിന് വേണ്ട സെക്യൂരിറ്റി കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇങ്ങനെ പെറ്റീഷൻ മുഖാന്തരം ട്രിബ്യൂണൽ വൈൻഡ് അപ്പ് ചെയ്തേക്കാവുന്നതാണ്. The company has by special resolution has resolved that the company be wound up by the tribunal. കമ്പനി മീറ്റിംഗ് കൂടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് നമുക്ക് ട്രിബ്യൂണലാൽ വൗണ്ട് അപ്പ് ചെയ്യപ്പെടാം എന്ന് തീരുമാനിക്കുന്ന സന്ദർഭങ്ങളിലും ട്രിബ്യൂണലാണ് അതിനെ വൈൻഡ് അപ്പ് ചെയ്യുക. If the company has acted against the interest of the sovereignty and integrity of India, the security of the state, or has spoiled any kind of friendly relation with the foreign or neighboring countries. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോശപ്പെട്ട ഒരു പെരുമാറ്റം കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ, അതായത് കമ്പനിയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും ഒക്കെ തന്നെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ, അല്ലെങ്കിൽ ഫോറിൻ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുമായുള്ള നല്ല സൗഹൃദപരമായിട്ടുള്ള ബന്ധം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ട്രിബ്യൂണൽ ആ കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. The tribunal has ordered the winding up of the company under Chapter 19. Chapter 19 പ്രകാരം കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രിബ്യൂണൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ചാപ്റ്റർ 19 പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? Section 258, revival and rehabilitation of the company is not possible to revive and rehabilitate a company. The tribunal initiate the steps for winding up. അതായത് കമ്പനി ഒരു സിക്ക് കമ്പനിയാണ്, അതായത് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതിനെ പുതുക്കിയെടുക്കാനോ റീഹാബിലിറ്റേറ്റ് ചെയ്യാനോ പുനരധിവസിപ്പിക്കാനോ ഒന്നും പറ്റാത്ത വിധം അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു കമ്പനി എന്ത് ചെയ്യാവുന്നതാണ്? പിരിച്ചുവിടാവുന്നതാണ്. അതാണ് ചാപ്റ്റർ 19 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 19 പ്രകാരം ഒരു കമ്പനിയെ പിരിച്ചുവിടുന്നതിന് ട്രിബ്യൂണലിന് ഓർഡർ ചെയ്യാവുന്നതാണ്. If the affairs of the company have been conducted in a fraudulent manner, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഒരു ഫ്രോഡുലന്റ് മാനർ, വഞ്ചനാപരമായിട്ടാണ് നടത്തുന്നത് എങ്കിൽ, or the company was formed for fraudulent and unlawful purpose, കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് ഫ്രോഡുലന്റ് ആയിട്ടുള്ള അൺലോഫുൾ ആണ്, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് എങ്കിൽ, or the person concerned in the formation or management of its affairs have been guilty of fraud, misfeasance or misconduct in connection therewith, and it is proper that the company be wound up. അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈ പറഞ്ഞ ഫ്രോഡ്, മിസ്കണ്ടക്ട് തുടങ്ങിയ കാര്യങ്ങളാലൊക്കെ തന്നെ കുറ്റക്കാരായി മാറിയിട്ടുള്ളവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മതി ഒരു കമ്പനിയെ വൗണ്ട് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ തന്നെ ധാരാളമാണ് ഒരു കമ്പനിയെ വൗണ്ട് അപ്പ് ചെയ്യുന്നതിന്. Then, if the company has not filed financial statements or annual returns for the preceding 5 consecutive financial years, കഴിഞ്ഞ 5 വർഷമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റോ ആനുവൽ റിട്ടേൺസോ കമ്പനി ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ, 5 വർഷത്തേത് അങ്ങനെ പെൻഡിങ് ഉണ്ടെങ്കിൽ ട്രിബ്യൂണലാൽ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. If the tribunal is of the opinion that it is just and equitable that the company should be wound up, ഇനി ട്രിബ്യൂണലിന് തോന്നുകയാണ് കമ്പനിയെ വൗണ്ട് അപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ശരി എന്നുള്ളത്, അതാണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള കാര്യം എന്നവർക്ക് തോന്നുകയാണെങ്കിൽ കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. Then petition for winding up. Section 272 ഈ പെറ്റീഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ആർക്കൊക്കെ പെറ്റീഷൻ കൊടുക്കാം എന്നുള്ളത് നോക്കാം. എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ടു ദ ട്രിബ്യൂണൽ ഷാൽ ബി പ്രസന്റഡ് ബൈ, ആർക്കൊക്കെ പ്രസന്റ് ചെയ്യാം? ദ കമ്പനിക്ക് കൊടുക്കലാവാം. എനി ക്രെഡിറ്റർ or creditors including a contingent or prospective creditor or creditors. ഒരു ക്രെഡിറ്റർക്ക് അല്ലെങ്കിൽ ഇനി ക്രെഡിറ്റർ ആവാൻ സാധ്യതയുള്ളവർക്ക്, ആകാൻ പോകുന്നവർക്ക്. ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡ് ഡിബഞ്ചർ ഹോൾഡർ ഓർ ട്രസ്റ്റി ഫോർ ഡിബഞ്ചർ ഹോൾഡർ. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിബഞ്ചർ ഹോൾഡർ വരും,
അതല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡറുടെ ട്രസ്റ്റി ആരാ വെച്ച് കഴിഞ്ഞാൽ അതും അതിനകത്ത് വരും. അവരെല്ലാം ക്രെഡിറ്റർ എന്നുള്ള ടേമിനകത്ത് വരുന്നവരാണ്. എനി കോൺട്രിബ്യൂട്ടറി ഓർ കോൺട്രിബ്യൂട്ടറീസ്, ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂട്ടറിക്ക് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറീസിനോ അങ്ങനെ പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. ജനറലി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ കോൺട്രിബ്യൂട്ടറീസ് ഓഫ് ദ കമ്പനി ഇൻസിഡന്റൽ ടു ദ വൈൻഡിംഗ് അപ്പ്. പലപ്പോഴും വൈൻഡിംഗ് അപ്പിന് കാരണമാക്കുന്ന കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഓൾ ഓർ എനി ഓഫ് ദി പേഴ്സൺസ് മെൻഷൻഡ് അബൌവ് ടുഗദർ, മേൽപ്പറഞ്ഞവരെല്ലാവരും കൂടെ ചേർന്നിട്ടോ അങ്ങനെയും പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. ദ രജിസ്ട്രാർക്ക് കൊടുക്കാവുന്നതാണ്. എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഇൻ ദാറ്റ് ബിഹാഫ്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അധികാരപ്പെടുത്തിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. വെൻ ദ കമ്പനി ആക്ടഡ് അഗെയിൻസ്റ്റ് ദ സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, then in that case the central government or state government, ഇന്ത്യയുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും ഒക്കെ വിരുദ്ധമായിട്ട് കമ്പനി പ്രവർത്തിക്കുകയാണെങ്കിൽ അന്നേരത്ത് സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പെറ്റീഷൻ കൊടുക്കുന്നത്. എ പെറ്റീഷൻ പ്രസന്റഡ് ബൈ ദ കമ്പനി ഫോർ വൈൻഡിങ് അപ്പ് ബിഫോർ ദ ട്രിബ്യൂണൽ ഷാൾ ബി അഡ്മിറ്റഡ്. നമ്മളിതിൽ ഫസ്റ്റ് പറഞ്ഞു കമ്പനിക്ക് പെറ്റീഷൻ കൊടുക്കാമെന്ന്. അങ്ങനെ കമ്പനി പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രിബ്യൂണൽ അഡ്മിറ്റ് ചെയ്യുക എപ്പോൾ മാത്രമാണ്? only if accompanied by a statement of affairs in such form and in such manner as may be prescribed. നിർദ്ദിഷ്ട രൂപത്തിലും മാതൃകയിലും ഒക്കെയുള്ള ഫോമിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് കൊടുത്തെങ്കിൽ, ഈ പെറ്റീഷന്റെ കൂടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയറും കൂടെ ഉൾപ്പെടുത്തിയെങ്കിൽ അത് പരിഗണിക്കുകയുള്ളൂ. കൂടാതെ എ കോപ്പി ഓഫ് ദ പെറ്റീഷൻ ഷാൾ ഓൾസോ ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ, രജിസ്ട്രാറിന്റെ അടുത്ത് പെറ്റീഷന്റെ ഒരു കോപ്പി ഫയൽ ചെയ്തിരിക്കണം. ആൻഡ് ദ രജിസ്ട്രാർ ഷാൾ സബ്മിറ്റ് ഹിസ് വ്യൂസ് to the tribunal within 60 days of receipt of such petition. അങ്ങനെ പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രാർ അവരുടെ വ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിൽ അറിയിക്കാൻ വേണം. ഇത്തരം പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു കമ്പനിയുടെ പെറ്റീഷൻ ട്രിബ്യൂണൽ അംഗീകരിക്കുകയുള്ളൂ. ദെൻ പവേഴ്സ് ഓഫ് ട്രിബ്യൂണൽ, സെക്ഷൻ 273 പ്രകാരം ട്രിബ്യൂണലിന്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. The tribunal on receipt of petition for winding up pass any of the following orders. അങ്ങനെ പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ താഴെ പറയുന്ന ഏത് ഓർഡർ വേണമെങ്കിലും ട്രിബ്യൂണലിൽ പാസ്സാക്കാവുന്നതാണ്. ഡിസ്മിസ് ഇറ്റ്, കോസ്റ്റ് അത് വേണ്ടാന്ന് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കാവുന്നതാണ്. മേക്ക് എനി ഇന്ററിം ഓർഡർ ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ്, അതിന് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഇന്ററിം ഓർഡർ, ഇടക്കാല ഓർഡർ പാസ്സാക്കാവുന്നതാണ്. Appoint a provisional liquidator of the company till the making of a winding up order. ഒരു winding up order റെഡിയാക്കുന്നത് വരേക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. മേക്ക് ആൻ ഓർഡർ ഫോർ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി വിതൗട്ട് കോസ്റ്റ്, കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ തയ്യാറാക്കാവുന്നതാണ്. എനി അതർ ഓർഡർ ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ്, അതിന് ശരിയെന്ന് തോന്നുന്ന വേറെ എന്തൊക്കെ ഓർഡർ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അതിന് ഇറക്കാവുന്നതാണ്. The tribunal shall make an order within 90 days from the date of presentation of petition. പെറ്റീഷൻ കിട്ടി പ്രസന്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണൽ ഓർഡർ മേക്ക് ചെയ്തിരിക്കണം. അത് ഡിസ്മിസ് ചെയ്യലോ എന്തോ ആയിക്കോട്ടെ 90 ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കണം. But the tribunal may refuse to make an order of winding up if it is the opinion that some other remedies are available to the petitioners. ഈ പറയുന്ന വൈൻഡിങ് അപ്പിനുള്ള പെറ്റീഷൻ ഓർഡർ ട്രിബ്യൂണലിന് നിരസിക്കാവുന്നതാണ്. വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓർഡർ മേക്ക് ചെയ്യില്ല എന്ന് ട്രിബ്യൂണലിൽ പറയാവുന്നതാണ്. എപ്പോഴും ഈ പെറ്റീഷണേഴ്സിന് ഇതല്ലാതെ മറ്റൊരു റെമഡി അവൈലബിൾ ആണെന്ന് അതിന് തോന്നുവാണെങ്കിൽ, ആൻഡ് ദാറ്റ് they are acting unreasonably in seeking to have the company wound up instead of pursuing the other remedy. ആ മറ്റേ റെമഡി നടപ്പിലാക്കിയ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ കമ്പനിയുടെ വൈൻഡപ്പ് അനാവശ്യമായിട്ട് ആവശ്യപ്പെടുകയാണെന്നൊക്കെ ഈ ട്രിബ്യൂണലിന് തോന്നുകയാണെങ്കിൽ വൈൻഡപ്പിനുള്ള ആ ഒരു ഓർഡർ നടത്തുന്നത് നിരസിക്കാവുന്നതാണ്. ദെൻ ഫയലിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, കമ്പനിയാണ് പെറ്റീഷൻ കൊടുക്കുന്നതെങ്കിൽ അന്നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയറും കൂടെ ഫയൽ ചെയ്തിരിക്കണം. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. ഇഫ് എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഈസ് ഫയൽഡ് ബിഫോർ ദ ട്രിബ്യൂണൽ ആൻഡ് ദ ട്രിബ്യൂണൽ പ്രൊസീഡ്സ് വിത്ത് ദിസ്, ഇപ്പോൾ ട്രിബ്യൂണലിന്റെ മുമ്പിൽ വൈൻഡിങ് അപ്പിനുള്ള പെറ്റീഷൻ കമ്പനി കൊടുത്തു, ട്രിബ്യൂണൽ അതുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇറ്റ് മേ ഡയറക്ട് ദ കമ്പനി ടു ഫയൽ ഇറ്റ്സ് ഒബ്ജെക്ഷൻസ് അലോങ് വിത്ത് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് വിത്തിൻ 30 days ഓഫ് ദി ഓർഡർ in such form and such manner as may be prescribed. നിർദ്ദിഷ്ട രൂപത്തിലും മാതൃകയിലുമുള്ള
ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയറും അവരുടെ ഒബ്ജക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയോട് ട്രിബ്യൂണലിന് നിർദ്ദേശിക്കാവുന്നതാണ്. The tribunal may allow a further period of 30 days in a situation of contingency or special circumstances. എന്തെങ്കിലും ഒരു കണ്ടിജൻസിയോ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യമൊക്കെ ആണെങ്കിൽ ഒരു 30 ദിവസത്തെ പീരീഡും കൂടെ അധികമായിട്ട് ട്രിബ്യൂണലിന് അനുവദിക്കാവുന്നതാണ്. അപ്പോൾ 60 ദിവസത്തോളം കിട്ടുന്ന അർത്ഥം. The tribunal may direct the petitioner to deposit such security for costs. അപ്പം അതുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെറ്റീഷണറോട് ട്രിബ്യൂണലിന് നിർദ്ദേശിക്കാവുന്നതാണ്. ആസ് ഇറ്റ് മേ കൺസിഡർ റീസണബിൾ, ഒരു ന്യായമായതെന്ന് തോന്നുന്ന എമൗണ്ട് എത്ര വെച്ച് കഴിഞ്ഞാൽ അത്രയും. ആസ് എ പ്രീ കണ്ടീഷൻ ടു ഇഷ്യൂ ഡയറക്ഷൻ ടു ദ കമ്പനി, കമ്പനിക്ക് ഒരു ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഒരു പ്രീ കണ്ടീഷൻ എന്ന നിലയ്ക്ക് ഇത് മുൻകൂർ കണ്ടീഷൻ എന്നുള്ള നിലയ്ക്ക് ഇത് ആവശ്യപ്പെടാവുന്നതാണ്. A company which fails to file the statement of affairs shall forfeit the right to oppose the petition, and such directors and officers of the company responsible for this are liable for punishment. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ ഫയൽ ചെയ്യുന്നിടത്ത് പരാജയപ്പെട്ട കമ്പനിക്ക് ഈ പറയുന്ന പെറ്റീഷൻ ആരായാനുള്ള ഒരു അവകാശം ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. അത്തരം ഡയറക്ടേഴ്സും ഓഫീസേഴ്സും അതിന് കാരണമായിട്ടുള്ളവർ പണിഷ്മെന്റിന് ഉത്തരവാദികളായി തീരുന്നതാണ്, അവർക്ക് പനിഷ്മെന്റ് കിട്ടുന്നതാണ്. In case of default occurs, the director or the office of the company shall be punishable with imprisonment for a term which may extend to 6 months or with fine which shall not be less than 25,000 rupees but which may extend to 5 lakh rupees or with both. അപ്പോൾ ഇതിലെ പങ്കാളികളായിട്ടുള്ള ഓഫീസേഴ്സിന് ചിലപ്പോൾ 6 മാസത്തേക്കെങ്കിലും നീണ്ടേക്കാവുന്ന ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ഫൈൻ എന്ന് പറയുന്നത് 25,000-ന്റെയും 5 ലക്ഷത്തിന്റെയും ഇടയിലുള്ള എമൗണ്ട്, മിനിമം 25,000, മാക്സിമം 5 ലക്ഷം വരെയൊക്കെയുള്ള ഫൈനോ കിട്ടിയേക്കാം, ചിലപ്പോൾ ഇത് രണ്ടും കൂടെ കിട്ടിയേക്കാം. In this case, the complaint are filed before the special court by registrar, provisional liquidator, company liquidator or any person authorized by the tribunal. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ കൊടുക്കാണ്ട് മറ്റൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു കംപ്ലൈന്റ് സ്പെഷ്യൽ കോർട്ടിന്റെ മുമ്പാകെ ഫയൽ ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെ ഇത് ഫയൽ ചെയ്യാൻ പറ്റാവുന്ന? രജിസ്ട്രാർക്ക്, മറ്റൊന്ന് അല്ലെ ഇടക്കാലത്തേക്ക് വേണ്ടി നിയമിക്കുന്ന പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഉണ്ട് അവർക്ക്, അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റർക്ക്, ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ, അല്ലെങ്കിൽ ട്രിബ്യൂണലാൽ ഓതറൈസ് ചെയ്യപ്പെട്ട ഏത് വ്യക്തിയാണോ ഉള്ളത് അവർക്കെല്ലാം ഇങ്ങനെ പരാതി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് മോഡ് ഓഫ് വൈൻഡിങ് അപ്പ് ആണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. സെക്ഷൻ 304-നകത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് മീൻസ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ബൈ ദി മെമ്പേഴ്സ് വിതൗട്ട് ഇന്റർഫറൻസ് ബൈ ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന്റെ ഇടപെടലുകളൊന്നും ഇല്ലാണ്ട് മെമ്പേഴ്സാല് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓഫ് ഓൾ ദി ഫോംസ് ഓഫ് വൈൻഡിങ് അപ്പ് എ കമ്പനി, വോളണ്ടറി വൈൻഡിങ് അപ്പ് ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് കോമൺ ആൻഡ് പോപ്പുലർ ഫോം. പല വിധത്തിലുള്ള വൈൻഡിങ് അപ്പ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഏറ്റവും പോപ്പുലർ ഫോമിലുള്ളതും വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. In voluntary winding up, the company and its creditors are left free to settle their affairs without going to the court. വോളണ്ടറി വൈൻഡിങ് അപ്പിനകത്ത് കമ്പനിക്കോ ക്രെഡിറ്റേഴ്സിനോ കോർട്ടിലേക്ക് പോകുന്നു ചെയ്യേണ്ടി വരാതെ തന്നെ അവരുടെ അഫയേഴ്സ് എല്ലാം തന്നെയും സെറ്റിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. The members and creditors of a company sit together and put an end to disputes. മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ തർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. A company as per section 304 may be wound up voluntarily. സെക്ഷൻ 304 പ്രകാരം കമ്പനിക്ക് വോളണ്ടറിലി വൗണ്ട് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇഫ് ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് പാസസ് എ റെസൊല്യൂഷൻ ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ജനറൽ മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അത് എപ്പോഴൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്? where the period fixed by the articles for the duration of the company has expired. കമ്പനി എക്സ്പയർ ആവും, അല്ലെങ്കിൽ കമ്പനി അവസാനിക്കപ്പെടേണ്ട പീരീഡ് ഇത്രയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പീരീഡ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. രണ്ടാമതായിട്ട് ദ ഇവന്റ് ഹാസ് ഒക്കേർഡ് ഓൺ വിച്ച് അണ്ടർ ദ ആർട്ടിക്കിൾസ് ദ കമ്പനി ഈസ് ടു ബി ഡിസോൾവ്ഡ്. ഇതുപോലെ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും ഒരു ഇവന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം, ആ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇങ്ങനെ ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നത്.
രണ്ടാമതായിട്ട് if the company resolves by special resolution that it shall be wound up voluntarily wound up ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അത് ചെയ്യാവുന്നതാണ്. When a company has passed a resolution for voluntary winding up, it must, within 14 days of the passing of the resolution, give notice of the resolution by advertisement in official gazette and also in some newspapers circulating in the district where the registered office of the company is situated. അപ്പോൾ ഇങ്ങനെ voluntary winding up ഉള്ള റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ അത് റെസൊല്യൂഷൻ പാസ്സാക്കി 14 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. അത് അഡ്വർടൈസ്മെന്റ് വഴി നമ്മുടെ ഒഫീഷ്യൽ ഗസറ്റിൽ അഡ്വർടൈസ്മെന്റ് വഴിയോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പറുകളിലൊക്കെ ആയിട്ട് അതിനെ പബ്ലിഷ് ചെയ്തിരിക്കണം. Then a voluntary winding up is deemed to commence at the time when the resolution for voluntary winding up is passed. ഈ voluntary winding up ഉള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയ സമയം തൊട്ട് voluntary winding up ആരംഭിച്ചതായിട്ടാണ് കരുതപ്പെടുക. The 2013 Act doesn't distinguish between the members voluntary winding up and creditors voluntary winding up. Voluntary winding up ന് രണ്ട് വിധമുണ്ട്. members voluntary winding upും creditors voluntary winding upും. നമ്മളിപ്പോൾ പറഞ്ഞത് members voluntary winding up ആണ്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇങ്ങനെ members voluntary winding up എന്നോ creditors voluntary winding up എന്നോ രണ്ട് വേർതിരിവില്ല. കാരണം രണ്ടിലും ക്രെഡിറ്റേഴ്സിന്റെ പെർമിഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വ്യത്യാസം അവിടെ ഇല്ലാത്തത്. പക്ഷേ കമ്പനീസ് ആക്ട് 1956 അങ്ങനെ ഒരു വേർതിരിവുണ്ട്. പോരാത്തതിന് നിങ്ങളുടെ സിലബസിനകത്ത് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. Creditors voluntary winding up. Voluntary winding up under the Companies Act 1956 has been segregated into two different types. Companies Act 1956 പ്രകാരം voluntary winding up രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. Members voluntary winding up and creditors voluntary winding up. But the Companies Act 2013 eliminated the distinction between members voluntary winding up and creditors voluntary winding up by making creditors approval necessary in all cases. പക്ഷെ എല്ലാ കേസസിലും ക്രെഡിറ്റേഴ്സിന്റെ അപ്രൂവൽ വേണമെന്നുള്ളതുകൊണ്ട് 2013 ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു വ്യത്യാസം ഒഴിവാക്കിയിട്ടുണ്ട്. The process of creditors voluntary winding up is based on the assumption that the company is not solvent and the directors are not making any declaration regarding the insolvency. കമ്പനി സോൾവെന്റ് അല്ല, മീൻസ് അതിന്റെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ മാത്രം കപ്പാസിറ്റി അതിനിപ്പോൾ ഇല്ല എന്നുള്ളതാണ് സോൾവെന്റ് അല്ല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പനി സോൾവെന്റ് അല്ല, ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ഇൻസോൾവൻസി ഡിക്ലെയർ ചെയ്യുന്നുമില്ല. അങ്ങനെ ഒരു സന്ദർഭമാണെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഈ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പിന്റെ പ്രോസസ് ഇരിക്കുന്നത്. If an insolvent company is not able to pay its debts fully and still wants to undergo voluntary winding up, the creditors have a place of pride in the winding up process so that their interest can be fully protected. അപ്പോൾ കമ്പനിക്ക് അതിൻ്റെ ഡെറ്റ്സ് ഒന്നും മുഴുവനായിട്ട് പേ ചെയ്യാൻ കഴിയുന്നുമില്ല, അതിന് വോളണ്ടറി വൈൻഡിങ് അപ്പിലൂടെ കടന്നു പോവുകയും വേണം. അങ്ങനെയുള്ള സന്ദർഭമാണെങ്കിൽ അവിടെ ക്രെഡിറ്റേഴ്സിനാണ് പ്രാധാന്യം ഉണ്ടാവുക. അങ്ങനെ വരുമ്പം അവരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. The creditors appoint the liquidator and they have leading control over the winding up process. Creditors ആണ് അവിടെ liquidator appoint ചെയ്യുക. ആ winding up processൽ leading control ഉള്ളത് അവർക്കായിരിക്കും. In this mode of winding up, the company must call separate meeting of the members and creditors. അപ്പോൾ ഇങ്ങനത്തെ winding upനകത്ത് കമ്പനി മെമ്പേഴ്സിന്റെ മീറ്റിംഗ് വേറെയും വിളിക്കും, ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വേറെയും വിളിക്കും. Both the meeting must pass resolution for the winding up of the company. രണ്ട് കമ്പനികളും റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് വേണ്ടി രണ്ട് മീറ്റിംഗിലും കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കപ്പെടും. Similarly, both the members and the creditors may nominate a person as liquidator at their respective meeting. അതുപോലെ തന്നെ രണ്ട് ടീമും അവരവരുടെ മീറ്റിംഗിൽ ഒരു ലിക്വിഡേറ്ററെ നോമിനേറ്റ് ചെയ്യും. If they nominate different persons as liquidator, liquidator ആയിട്ട് രണ്ട് ടീം വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് എങ്കിൽ the person nominated by the creditors shall become the liquidator. അവിടെ ക്രെഡിറ്റേഴ്സ് നോമിനേറ്റ് ചെയ്ത വ്യക്തി ആരാണോ അവരായിരിക്കും ലിക്വിഡേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുക. The board of directors are required to lay before the meeting a statement of affairs of the company together with a copy of the list of its creditors and estimated amount of their claims. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത്തരം മീറ്റിംഗിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും.
അതോടൊപ്പം തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട്, അവർ ക്ലെയിം ചെയ്തേക്കാവുന്ന അവർ എസ്റ്റിമേറ്റഡ് എമൗണ്ട് എത്രയാണോ അതിൻ്റെയൊക്കെ തന്നെ ഒരു കോപ്പി അടക്കം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. A copy of the resolution passed for voluntary winding up at the creditors meeting must be filed with the registrar within 10 days of the passing thereof. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റേഴ്സ് മീറ്റിംഗിൽ ഇങ്ങനെ വോളണ്ടറി വൈൻഡിങ് അപ്പിലുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് അതിൻ്റെ ഒരു കോപ്പി ഫയൽ ചെയ്തിരിക്കണം. The creditors, if they so think proper, appoint a committee of inspection of not more than 5 members. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5-ൽ കൂടുതൽ ഇല്ലാത്ത മെമ്പേഴ്സ് അടക്കം, മാക്സിമം 5 വരെയുള്ള മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റി വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷനൊക്കെ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദ കമ്പനി മേ ഓൾസോ അപ്പോയിൻറ്റ് എ കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ. കമ്പനിക്കും വേണമെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇഫ് ദ ക്രെഡിറ്റേഴ്സ് ഒബ്ജക്റ്റ് ടു സച്ച് ആൻ അപ്പോയിൻമെൻറ്റ് ദെൻ ദ മാറ്റർ വിൽ ബി റെഫർ ടു ദ കോർട്ട്. അപ്പം അങ്ങനെ കമ്മിറ്റി പാടില്ല എന്നും പറഞ്ഞ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്രെഡിറ്റേഴ്സ് വരുവാണെങ്കിൽ ആ ഒരു വിഷയം പിന്നീട് കോടതിയിലേക്ക് റെഫർ ചെയ്യും. കോടതിയാണ് പിന്നീട് അത് തീരുമാനിക്കുക. ദ കോർട്ട്സ് ഡിസിഷൻ വിൽ ബി ഫൈനൽ. The powers of such a committee are same as those of a committee same as those of inspection appointed in compulsory winding up. കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം പവേഴ്സ് ഉണ്ടോ അതേ പവേഴ്സ് തന്നെ ഇവിടുത്തെ കമ്മിറ്റികൾക്കും ഉണ്ടായിരിക്കും. ആഫ്റ്റർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ആർ ഫുള്ളി വൗണ്ട് അപ്പ്. കമ്പനിയുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കമ്പനിയുടെ വിഷയങ്ങളെല്ലാം ഫുള്ളി വൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലിക്വിഡേറ്റർ മസ്റ്റ്, ലിക്വിഡേറ്റർ എന്തൊക്കെ ചെയ്തിരിക്കണം, സബ്മിറ്റ് ആൻ അക്കൗണ്ട് ഓഫ് ദി വൈൻഡിങ് അപ്പ് ഷോയിങ് ദ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. കോൾ എ മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് മീറ്റിംഗ് ഓഫ് ദ ക്രെഡിറ്റേഴ്സ്. എന്നിട്ട് മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗും കൂടെ വിളിച്ചിരിക്കണം രണ്ടാമതായിട്ട്. ദിസ് ഷാൾ ബി ദ ലാസ്റ്റ് മീറ്റിംഗ് ആൻഡ് ദ കമ്പനി സ്റ്റാൻഡ്സ് നൗ ഡിസോൾവ്. ഇത് അവസാനത്തെ മീറ്റിംഗ് ആണ്, കമ്പനി ഡിസോൾവ് ചെയ്തതായിട്ടാണ് കാണപ്പെടുക. അപ്പോൾ ഇത്രയാണ് ക്രെഡിറ്റേഴ്സിൻ്റെ വോളണ്ടറി വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോക്കകത്ത് നമുക്ക് ലിക്വിഡേറ്റേഴ്സ് അവരുടെ പവേഴ്സ് ഡ്യൂട്ടീസ് ഒക്കെയാണ് പറയാനുള്ളത്. അത്രയും കൂടി നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് പൂർണ്ണമാവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.